ഒമാനിൽ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് 4 ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈവനിങ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ മത്ര കോറൽ സൈഡിലേക്കൂടെയാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. പെട്ടെന്നൊരു പ്ലാനിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ആ കാണുന്നുണ്ടല്ലോ, അത് ഒമാനിലെ മസ്കറ്റ് റിയാം പാർക്ക് ചെയ്യുന്ന ഒരു റിയാ ഇൻസസ് ബർണറാണ്. അവിടെ റിയാം പാർക്കിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ അവിടെ എൻട്രി ക്ലോസ് ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. ഈ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം ഈ കോർണിഷിൽ തന്നെ നല്ല തിരക്കാട്ടോ ടൂറിസ്റ്റുകൾ. അവിടെ ഒരു ഷിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈവനിങ് ആവുന്നതോടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നാഷണൽ ഡേ ആണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ കാണാൻ ട്രാവലിംഗ് നല്ല ഒരു സുഖം തന്നെയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് പാലസ് റോഡിലൂടെയാണ്. ഇതൊക്കെ കാണുന്ന ഈ പഴയ ബിൽഡിങ്ങൊക്കെ കാണുന്നത് പഴയ മസ്കറ്റാണ് കേട്ടോ. പഴയ മസ്കറ്റിൻ്റെ ഒരു സൈഡാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല രസമാണ്. പിന്നെ ഞങ്ങളെടുത്തത് സിതാബ് സ്ട്രീറ്റിലാണ്. നല്ലൊരു വ്യൂ ആണ്, കടൽ വ്യൂ. ഷിപ്പും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു വ്യൂ ആണ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ താഴത്തോട്ട് പോയിട്ടോ. ഇപ്പം ബോട്ടിംഗ് ഉണ്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ താഴെ പോയിട്ടോ. പക്ഷേ അക്വേറിയം പൂട്ടിപ്പോയിരുന്നു കുറേ നാളായിട്ടോ. അതിപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ പോയിട്ട് ബോട്ടിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇപ്പോഴും ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈറ്റ് വ്യൂ ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോയില്ല. രാത്രി എന്ത് കാണാമെന്ന് വെച്ച് പോയില്ല. മറ്റേ പകലാണെങ്കിൽ ഡോൾഫിനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ പാസഞ്ചറൊക്കെ ഇറങ്ങി വരുന്നത് ഷിപ്പിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. ഈ വ്യൂ ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു രസമാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇവി നല്ല കളിയിലാണ്. ഇവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ കളിക്കുന്നുണ്ട്. അവന് പുറത്തെത്തിയ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയൊക്കെ കളിക്കും. അപ്പം നാളെ അതായത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. അവിടെ പോയപ്പോൾ പറഞ്ഞാൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നാളെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്തില്ല. കുറേ ആൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് ആരും പോകാറില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ റേറ്റും കുറച്ച് കുറവാണ്. ഡേയിലുള്ളതിനെക്കാളും രാത്രി റേറ്റ് കുറവാണ് കേട്ടോ. പക്ഷേ എങ്കിൽ പകലാണെങ്കിൽ നല്ല റേറ്റാണ്. അവർ പറഞ്ഞു നിങ്ങൾക്ക് നാളെ വന്നാൽ ഈ റേറ്റിന് കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞങ്ങൾ പോയില്ല, ഒന്നും കാണാനില്ലല്ലോ, അതുകൊണ്ട് പോയില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയല്ലോ. ഈവനിങ് 5:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇരുടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് എൻജോയ് ചെയ്തു. ഇപ്പോഴും ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട് ആ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ ബുക്കിംഗ് നടക്കുന്നുണ്ട്, ബോട്ടിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും.